C++ൽ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. Conditional control statements. Conditional control statements in programming languages decides the direction of flow of program execution. നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ ഇപ്പോൾ പ്രോഗ്രാമിന് 5 ലൈൻ ഉണ്ടെന്നിരിക്കട്ടെ. സാധാരണ ഗതിയിൽ ആദ്യം ഫസ്റ്റ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സെക്കൻഡ് ലൈൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ തേർഡ്, പിന്നെ ഫോർത്ത്, പിന്നെ ഫിഫ്ത്ത്. പക്ഷെ എല്ലാ പ്രോഗ്രാമിലും ഇതുപോലെ ആവണമെന്നില്ല. ചിലപ്പോൾ ലോജിക് അനുസരിച്ച് ചില കണ്ടീഷൻസ് വരും. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ ചില സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. അതേസമയം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ വേറെ ചില സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പ്രോഗ്രാമിന്റെ ഫ്ലോ, കണ്ടീഷൻ ട്രൂ ആണോ ഫാൾസ് ആണോ എന്നനുസരിച്ച് പ്രോഗ്രാമിന്റെ ഫ്ലോ വ്യത്യാസപ്പെടും. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ conditional control statements using. In C++, the conditional control statements are if statement, if else statement, nested if statement, if else if ladder, switch case statement. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് C++ൽ സാധാരണ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെങ്കിൽ അതിന് നമുക്ക് പറയാം കണ്ടീഷണൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ്. ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്, നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്, ഇഫ് എൽസ് ഇഫ് ലാഡർ, സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത നമുക്ക് ഇതിലെ ഇഫ് സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഈസ് ദി മോസ്റ്റ് സിമ്പിൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസൈഡ് വെദർ എ സർട്ടൻ സ്റ്റേറ്റ്മെന്റ് ഓർ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിൽ ബി എക്സിക്യൂട്ടഡ് ഓർ നോട്ട്. ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സോ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഈ സ്റ്റേറ്റ്മെന്റിലുള്ള കണ്ടീഷനാണ്. കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യും, കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുകയില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒന്നുകിൽ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സോ ഉണ്ടെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടി നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാം. ഇഫ് എ സർട്ടൻ കണ്ടീഷൻ ഈസ് ട്രൂ, then a block of statement is executed, otherwise not. സർട്ടൻ കണ്ടീഷൻ കാണും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ആ കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സിന്റാക്സ്. ഇഫ് ബ്രാക്കറ്റിലെ കണ്ടീഷൻ, ഇഫിന്റെ ഓപ്പണിംഗ് ബ്രേസ്. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇഫ് കഴിഞ്ഞ് നമ്മൾ ബ്രാക്കറ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്, കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്ലോസിംഗ് ബ്രേസ് ഇട്ടത് ക്ലോസ് ചെയ്യും. ഇതാണ് ഇതിന്റെ സിന്റാക്സ്. ഇഫ് ബ്രാക്കറ്റ് കണ്ടീഷൻ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്ന ആ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ ലോജിക്ക് നമ്മൾ ഒരു ഫ്ലോ ചാർട്ടിന്റെ ഫോമിൽ കാണിച്ചിരിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്നുകിൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആവാം, അല്ലെങ്കിൽ ഫാൾസ് ആവാം. ഫാൾസ് ആണെങ്കിൽ ഇഫ് ബോഡി, ഇഫ് കഴിഞ്ഞിട്ട് നമ്മളൊരു ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു, ഓപ്പണിംഗ് ബ്രേസിന് ശേഷം നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റോ നമ്മൾ യൂസ് ചെയ്തു. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളെങ്കിൽ ഓപ്പണിംഗ് ബ്രേസ് ഇടണം എന്നില്ല, അല്ലാതെ തന്നെ യൂസ് ചെയ്യാം. സാധാരണ പലപ്പോഴും ഒന്നിക്കൂടി സ്റ്റേറ്റ്മെന്റ്സ് കാണും. ഒന്നിക്കൂടി സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളപ്പോഴാണ് നമ്മൾ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഓപ്പണിംഗ് ബ്രേസസ് ഇടണം, ക്ലോസിംഗ് ബ്രേസസ് ഇടണം. അപ്പം ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തതിനു ശേഷം നേരെ ആ ഇഫ് സ്റ്റേറ്റ്മെന്റ് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. അതേസമയം ഇഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുകയില്ല. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രമേ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഇഫ് കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ രണ്ട് കേസിലും ട്രൂ ആണെങ്കിലും ഫാൾസ് ആണെങ്കിലും ഏറ്റവും അവസാനം
ആ ഇഫ് സ്റ്റേറ്റ്മെന്റിന് താഴെയുള്ള ലൈനിലോട്ട് പോകും. അവസാന പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെ ലോജിക് ഡയഗ്രം. അടുത്തത് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. If the if condition is true, then if statement is executed. If the if condition is false, then else statement will be executed. നമ്മൾ നേരത്തെ നോക്കിയ വെറും ഇഫ് കണ്ടീഷനിൽ ട്രൂ ആണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, ഫോൾസ് ആണെങ്കിൽ എന്തോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു പ്രത്യേകിച്ച്. ഇവിടെ അങ്ങനെയല്ല. ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ്. ഇഫ് ദി ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ, then if statement is executed. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പൊ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനാണ് നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ സിന്റാക്സ്. ഇഫ് ബ്രാക്കറ്റ് കണ്ടീഷൻ, ഇഫിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇടുന്നു. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ. ഇഫിന്റെ ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ക്ലോസ് ചെയ്യുന്നു. ഇനിയാണ് എൽസ് പാർട്ട്. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ട്രൂ എന്നുള്ള ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് എൽസിന്റെ ബ്ലോക്ക് ആണ്. എൽസിന്റെ ഓപ്പണിംഗ് ബ്രേസസ്. ഇനി സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ ഈസ് ഫോൾസ്. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് അത് നമ്മൾ ക്ലോസ് ചെയ്യും. അപ്പൊ ഇഫ് ബ്ലോക്കും ഉണ്ട്, എൽസ് ബ്ലോക്കും ഉണ്ട്. ഇഫിൽ കണ്ടീഷൻ പറയുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ആ കണ്ടീഷൻസ് ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലോജിക്ക് നമ്മൾ ഫ്ലോ ചാർട്ടിന്റെ ഇത് കാണിച്ചിരിക്കുന്നു. സ്റ്റാർട്ട് ഇഫ് കണ്ടീഷൻ. വീണ്ടും ഇഫ് കണ്ടീഷനിൽ രണ്ട് സിറ്റുവേഷൻ വരാം. ഇഫ് കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫ് ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസിന്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇഫിന്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്താലും എൽസിന്റെ ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്താലും അത് കഴിഞ്ഞതിന് ശേഷം ആ ഇഫ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെയുള്ള ലൈനിലോട്ട് വരും. അതാണ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ബിലോ ഇഫ്. സ്റ്റാർട്ട് ചെയ്യുന്നു, ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ രണ്ട് സിറ്റുവേഷൻസ് വരാം. ഒന്നുകിൽ ഇഫ് കണ്ടീഷൻ ട്രൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഇഫ് കണ്ടീഷൻ ഫോൾസ് ആയിരിക്കാം. ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. അതേസമയം ഇഫ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്യുന്നു. ആ ഇഫ് ബോഡി എക്സിക്യൂട്ട് ചെയ്താലും എൽസ് ബോഡി എക്സിക്യൂട്ട് ചെയ്താലും എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ഇഫ് സ്റ്റേറ്റ്മെന്റ് തൊട്ട് താഴെയുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നു. ഇതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റിന്റെ ഫ്ലോ ചാർട്ട്. അടുത്ത നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. Nested if statements means an if statement inside another if statement. ഒരു if statementന്റെ അകത്ത് വേറെ if statement. അങ്ങനെ വരുന്നതാണ് നമ്മൾ nested if statement എന്ന് പറയുന്നത്. അതിന്റെ സിന്റാക്സ്. if അതിനകത്ത് കണ്ടീഷൻ 1, അതിന്റെ ഓപ്പണിംഗ് ബ്രേസസ്. സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. ഇവിടെ ഇഫിനകത്ത് കണ്ടീഷൻ 1 പറഞ്ഞിരിക്കുന്നു. ആ കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്. അതിനകത്ത് ഇഫ് കണ്ടീഷൻ 2. അപ്പൊ ആദ്യം കണ്ടീഷൻ 1 ചെക്ക് ചെയ്യും. അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ 1ന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിനകത്ത് അടുത്ത ഇഫ് വരുന്നുണ്ട്. കാരണം ഇഫ് കണ്ടീഷൻ 2. എന്നിട്ട് കണ്ടീഷൻ 2ന്റെ ഓപ്പണിംഗ് ബ്രേസസ്. Statements to execute if condition 2 is true. അപ്പോൾ condition 1 true ആണെങ്കിൽ condition 1 true ന്റെ statements execute ചെയ്യും. എന്നിട്ട് condition 2 true ആണോ എന്ന് ചെക്ക് ചെയ്യും. ആ condition 2 true ആണെങ്കിൽ ആ condition 2 true ആവുമ്പോൾ എന്താണ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്? അത് എക്സിക്യൂട്ട് ചെയ്യും.
അതിന്റെ ക്ലോസിംഗ് ബ്രേസസ്. പിന്നെ ഇഫ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇഫിനകത്ത് വേറൊരു ഇഫ് കണ്ടീഷൻ 1 അത് ട്രൂ ആണെങ്കിൽ certain statements എക്സിക്യൂട്ട് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത വീണ്ടും ഒരു ചെക്കിംഗ് വരുന്നുണ്ട്, അതാണ് ഇഫ് കണ്ടീഷൻ 2. ഇഫ് കണ്ടീഷൻ 2 രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യും, അതാണ് കണ്ടീഷൻ 2. ആ രണ്ടാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പം അത് ട്രൂ ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട്. ഒരു ഇഫിനകത്ത് അടുത്ത ഇഫ്, ഇതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുന്നത്. അതിന്റെ ലോജിക് ഫ്ലോ ചാർട്ടിന്റെ ഫോം. സ്റ്റാർട്ട് ഇഫ് കണ്ടീഷൻ. ഇഫ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഔട്ടർ കണ്ടീഷൻ. ഏറ്റവും ആദ്യം പറഞ്ഞ കണ്ടീഷൻ 1 അത് ട്രൂ ആണെങ്കിൽ അതിന്റെ ഇഫ് ബോഡി ചെയ്യും. എന്നിട്ട് നേരെ നെസ്റ്റഡ് ഇഫ് നോക്കും, അതിൽ ട്രൂ ആണെങ്കിൽ അത് ചെയ്യും. എൽസ് ഉണ്ടെങ്കിൽ അതിന്റെ എൽസ് നമ്മൾ നേരത്തെ കാണിച്ചില്ല, എൽസ് കാണിച്ചിട്ടില്ല. അപ്പം ഇഫ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇവിടെ ഈ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ കണ്ടീഷൻ 1 ആണ്. ഈ എഴുതിയിരിക്കുന്ന കണ്ടീഷൻ 2 ആണ്. അപ്പൊ ആദ്യം കണ്ടീഷൻ 1 ചെയ്യും, എന്നിട്ട് കണ്ടീഷൻ 2 ട്രൂ ആണോ എന്ന് ചോദിക്കും. ട്രൂ ആണെങ്കിൽ അത് ചെയ്യും. ഇത് രണ്ടും അല്ലെങ്കിൽ മാത്രമേ ഫോൾസിലോട്ട് പോവുള്ളൂ. ഇത് എല്ലാ കേസിലും ഇത് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇഫിന്റെ വെളിയിലുള്ള സ്റ്റേറ്റ്മെന്റിലോട്ട് പോകും. ഇതാണ് നെസ്റ്റഡ് ഇഫ് സ്റ്റേറ്റ്മെന്റ്. അടുത്ത ഇഫ് എൽസ് ഇഫ് ലാഡർ. ഇഫ് എൽസ് ഇഫ് ലാഡർ. A user can decide among multiple options. ഒന്നിക്കുള്ള ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ യൂസറിന് ഡിസൈഡ് ചെയ്യാം ഏത് വഴി പോകണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇഫ് എൽസ് ലാഡർ യൂസ് ചെയ്യുന്നത്. The if statements are executed from the top down. As soon as one of the conditions controlling the if is true, the statement associated with that if is executed and the rest of the ladder is bypassed. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യും, അത് ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ലാഡറിലോട്ട് പോകത്തില്ല. എന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ഓപ്ഷൻസ്, ഒരു ഓപ്ഷൻ ചെയ്താൽ ഒരു ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്താൽ പിന്നെ ബാക്കി ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതാണ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് കാണും, പക്ഷെ ഏതെങ്കിലും ഒന്നേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ചൂസ് ചെയ്താൽ പിന്നെ ബാക്കിയുള്ളത് ചെയ്യേണ്ട ആവശ്യമില്ല. If none of the condition is true, then the final else statement will be executed. ഇതിൽ ഒരു കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ അപ്പോൾ അവിടെ ഫൈനൽ എൽസ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട്. നമുക്ക് അതിന്റെ സിന്റാക്സ് നോക്കാം. ഇഫ് കണ്ടീഷൻ 1 അതിന്റെ ഓപ്പണിംഗ് ബ്രേസസ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 1 ഈസ് ട്രൂ. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്, അതിന്റെ ക്ലോസിംഗ് ബ്രേസസ്. അടുത്ത എൽസ് ഇഫ് കണ്ടീഷൻ 2. കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ ഈ എൽസിലോട്ട് പോകത്തില്ല. ഈ എൽസിലോട്ട് പോകണമെങ്കിൽ കണ്ടീഷൻ 1 ഫോൾസ് ആയിരിക്കണം. അപ്പൊ കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ എൽസിലോട്ട് പോകും. അപ്പോൾ അതിനകത്ത് വെച്ച് വീണ്ടും കണ്ടീഷൻ 2 ചെക്ക് ചെയ്യും. അതാണ് നേരത്തെയുള്ള വ്യത്യാസം. നേരത്തെയുള്ള നെസ്റ്റഡ് ഇഫില് കണ്ടീഷൻ 1ഉം 2ഉം ചെയ്യുമായിരുന്നു. ഇവിടെ കണ്ടീഷൻ 1 ചെയ്താൽ കണ്ടീഷൻ 2 ചെയ്യത്തില്ല. കാരണം കണ്ടീഷൻ 1 എന്നുള്ളത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ എൽസിലോട്ട് പോവുള്ളൂ. ആ എൽസിലാണ് അടുത്ത ഇഫ് കണ്ടീഷൻ 2 പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസസ് സ്റ്റേറ്റ്മെന്റ്സ് ടു എക്സിക്യൂട്ട് ഇഫ് കണ്ടീഷൻ 2 ഈസ് ട്രൂ. കണ്ടീഷൻ 2 ട്രൂ ആണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്, അതിന്റെ ക്ലോസിംഗ് ബ്രേസസ്. വീണ്ടും ഇതേപോലെ റിപ്പീറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഈ എഫിന് അടുത്ത വീണ്ടും എൽസിഫ് വരും, വീണ്ടും അടുത്ത എൽസിഫ് വരും. ഇതാണ് ഞാൻ ഇവിടെ ഡോട്ട് ഇട്ട് കാണിച്ചിരിക്കുന്നത്. ഓരോ ഡോട്ടും ഓരോ എൽസിഫ് ആണ്. അപ്പം കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ മാത്രമേ കണ്ടീഷൻ 2 ചെയ്യൂ. അതേസമയം കണ്ടീഷൻ 2 ഫോൾസ് ആണെങ്കിൽ മാത്രമേ അടുത്ത ഈ ആദ്യത്തെ ഡോട്ടിലെ കണ്ടീഷൻ ചെയ്യൂ, എൽസിഫ് ചെയ്യുള്ളൂ, നോക്കുള്ളൂ. അത് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ മാത്രമേ അതിന്റെ താഴെ ചെയ്യുള്ളൂ. അപ്പം അതാണ് ഇഫ് എൽസ് ഇഫ് ലാഡർ. ഒരു ഫസ്റ്റ് ഇഫിലെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അതിന്റെ എൽസ് നോക്കും. ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസിലോട്ട് പോകും. അതിന്റെ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ അടുത്ത എൽസിലോട്ട് പോകും. അങ്ങനെ അവസാനം ഏറ്റവും അവസാനത്തെ എൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനത്തെ എൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മോളിൽ പറഞ്ഞ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റും വാലിഡ് അല്ലെങ്കിൽ ഫോൾസ് ആണെങ്കിൽ, മോളിൽ പറഞ്ഞ എല്ലാ ഇഫ് സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെങ്കിൽ മാത്രമേ അവസാനത്തെ എൽസ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്യുള്ളൂ. മോളിൽ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റും ഫോൾസ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അവസാനത്തെ എൽസ് സ്റ്റേറ്റ്മെന്റ് അവിടെ ചെയ്യുള്ളൂ. ഇതിന്റെ ലോജിക്ക് നമുക്ക് ഫ്ലോ ചാർട്ടിന്റെ ഫോമിൽ നോക്കാം. സ്റ്റാർട്ട് കണ്ടീഷൻ 1
കണ്ടീഷൻ 1 ട്രൂ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ പിന്നെ അതാണ് ഓപ്ഷൻ. കണ്ടീഷൻ 1 നമ്മൾ ചെയ്തു കഴിഞ്ഞു. കണ്ടീഷൻ 1 ചെയ്തു കഴിഞ്ഞാൽ ഓപ്ഷൻ ആണ്. ആ ഓപ്ഷൻ നമ്മൾ സ്വീകരിച്ചു എന്ന് വെച്ചാൽ പിന്നെ കണ്ടീഷൻ 2 3 പോകേണ്ട ആവശ്യമില്ല. കണ്ടീഷൻ 1 ഫോൾസ് ആണെങ്കിൽ കണ്ടീഷൻ 2 പോകും. എന്നിട്ട് കണ്ടീഷൻ ട്രൂ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കും. കണ്ടീഷൻ 2 ശരിയാണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ സ്റ്റേറ്റ്മെന്റ് 2 എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ കണ്ടീഷൻ 3 പോകേണ്ട ആവശ്യമില്ല. അതാണ് ഇവിടെ ഇപ്പൊ 3 കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ 1, കണ്ടീഷൻ 2, കണ്ടീഷൻ 3 ഓപ്ഷൻ ആണ്. ഏതെങ്കിലും ഒന്നേ നമ്മൾ ചെയ്യും. ഒന്ന് ചെയ്താൽ പിന്നെ ബാക്കി രണ്ടെണ്ണം ചെയ്യേണ്ട ആവശ്യമില്ല. ആദ്യം ഫസ്റ്റ് കണ്ടീഷൻ നോക്കും, അത് ട്രൂ ആണെങ്കിൽ അത് ചെയ്യും. അത് ട്രൂ അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ 2 നോക്കും, അത് ട്രൂ ആണെങ്കിൽ ആ കണ്ടീഷൻ 2 സ്റ്റേറ്റ്മെന്റ് ചെയ്യും. അത് ഫോൾസ് ആണെങ്കിൽ മാത്രമേ കണ്ടീഷൻ 3 പോവുള്ളൂ. അത് ട്രൂ ആണ് ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ഇതിനകത്ത് കണ്ടീഷൻ 1, 2, 3 ഫോൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ എൽസ് ബോഡി ചെയ്യും. ഈ കണ്ടീഷൻ 1, കണ്ടീഷൻ 2, കണ്ടീഷൻ 3 ഫോൾസ് ആണെങ്കിൽ അവിടെ എൽസ് ബോഡി ചെയ്യും. ഇത് മൂന്നും ചെയ്തതിനു ശേഷം ഏറ്റവും അവസാനം സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് ബിലോ ഇഫിലോട്ട് വരും. പിന്നെ നേരെ എക്സിറ്റ് ചെയ്യും. ഇതാണ് ഇഫ് എൽസ് ഇഫ് ലാൻ. അടുത്തത് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ്. The switch statement is a multi-way branch statement. ഏതാണ്ട് ഇപ്പൊ പറഞ്ഞ നെസ്റ്റഡ് ഇഫ് എൽസ് ഇഫിന് സമാനമായിട്ടുള്ള വേറൊരു മരക്കാരാണ് സ്വിച്ച് കേസ്. പല കേസ് ഉണ്ട്. അതിൽ ഓരോ കേസ് ഏതെങ്കിലും ഒരു കേസ് ചെയ്യും. ഒന്നുമില്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ ഡിഫോൾട്ട് ചെയ്യും. സ്വിച്ച് കേസ് മൾട്ടി-വേ ബ്രാഞ്ച് സ്റ്റേറ്റ്മെന്റ്. It provides an easy way to dispatch execution to different parts of code based on the value of the expression. അത് ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്ന് വെച്ചാൽ ഇത് യൂസ് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കേസ് ചെയ്താൽ പിന്നെ വേറെ കേസ് ചെയ്യത്തില്ല. Switch is a control statement that allows a value to change control of execution. വാല്യൂ ബേസ് ചെയ്ത് വാല്യൂ 1 ആണെങ്കിൽ ഒരു ബ്രാഞ്ചിലോട്ട് പോകും, വാല്യൂ 2 ആണെങ്കിൽ വേറൊരു ബ്രാഞ്ചിലോട്ട് പോകും, വാല്യൂ 3 ആണെങ്കിൽ വേറൊരു ബ്രാഞ്ചിലോട്ട് പോകും. അങ്ങനെ വാല്യൂ അനുസരിച്ച് നമുക്ക് ബ്രാഞ്ച് ചെയ്ത് പോകാം. അതിനാണ് നമ്മൾ ഇവിടെ സ്വിച്ച് കേസ് യൂസ് ചെയ്യുന്നത്. The expression provided in the switch should result in a constant value, otherwise it not be valid. ആ സ്വിച്ച് കേസിൽ പറഞ്ഞിരിക്കുന്ന എക്സ്പ്രഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം, എന്നാലേ അത് വർക്ക് ചെയ്യൂ. The default statement is optional. Even if the switch case statement do not have a default statement, would run without any problem. Default statement optional. സാധാരണ മോളിൽ പറഞ്ഞിരിക്കുന്ന ഒരു കേസ് സ്റ്റേറ്റ്മെന്റ്സും വാലിഡ് അല്ലെങ്കിൽ മാത്രമേ ഡീഫോൾട്ട് ചെയ്യുള്ളൂ. പക്ഷെ ഡീഫോൾട്ട് കമ്പൽസറി അല്ല, ഡീഫോൾട്ട് ഓപ്ഷണൽ. സ്വിച്ച് കേസിൽ ഡീഫോൾട്ട് ഇല്ലെങ്കിലും സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് വർക്ക്. The break statement is used inside the switch terminate a statement sequence. When a break statement is reached, the switch terminates and the flow of control jumps to the next line following the switch statement. ഒരു സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് റീച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ടെർമിനേറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് അടുത്ത ലൈനിലോട്ട് പോകും. The break statement is optional. If omitted, execution will continue into the next case. The flow of control will fall through subsequent cases until the break is reached. അതിന്റെ ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ ലോജിക് സിന്റാക്സും ഫ്ലോ ചാർട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും. അടുത്ത സിന്റാക്സ് സ്വിച്ച് കണ്ടീഷൻ ആ കേസിന്റെ സ്വിച്ചിന്റെ ഓപ്പണിംഗ് ബ്രേസ് കേസ് 1 കോഡ് ടു ബി എക്സിക്യൂട്ട് ഇഫ് n is equal to 1. n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു n എന്നുള്ളത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കണം. ഈ കേസിൽ n-ന്റെ വാല്യൂ 1 ആണെങ്കിൽ കേസ് 1 അതിന്റെ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ബ്രേക്ക് ആണെങ്കിൽ പിന്നെ നേരെ സ്വിച്ച് കേസിന്റെ വെളിയിലോട്ട് പോകും. കേസ് 2 കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n is equal to 2. n-ന്റെ വാല്യൂ 2 ആണെങ്കിൽ കേസ് 1 ചെയ്യത്തില്ല, നേരെ കേസ് 2 പോകും. വീണ്ടും ആ കേസ് 2ന്റെ ബ്രേക്ക്. ഒരു കേസ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഓപ്ഷൻ പോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സാധാരണ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ കേസ് 2 ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക്. അങ്ങനെ നമുക്ക് പോവാം. അവസാനം ഡിഫോൾട്ട് കോഡ് ടു ബി എക്സിക്യൂട്ടഡ് ഇഫ് n doesn't match any cases. ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് 1 കേസ് 2 ഇപ്പം ഈ ഒരു സിന്റാക്സിൽ 2 കേസേ കാണിച്ചുള്ളൂ, എത്ര കേസ് വേണം ആവാം. ഫോർ എക്സാമ്പിൾ 9 കേസ് ഉണ്ടെങ്കിൽ കേസ് 1 കേസ് 2 കേസ് 3 കേസ് 4 കേസ് 5 കേസ് 6 കേസ് 7 കേസ് 8 കേസ് 9. അങ്ങനെയാണെങ്കിൽ
ആ 1 മുതൽ 9 വരെ ഉള്ളതും വാലിഡ് അല്ലെങ്കിൽ മാത്രമേ ഡീഫോൾട്ട് ചെയ്യൂ. ഇങ്ങനെ മാത്രമേ നമ്മൾ ഡീഫോൾട്ട് ചെയ്യുള്ളൂ. ഇനി ഇതേ ഡയഗ്രാം നമുക്ക് ഫ്ലോ ചാർട്ട് നോക്കാം. സ്വിച്ച് കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ്. കേസ് 1 ട്രൂ ആണെങ്കിൽ അതിലെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും, പിന്നെ ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്യുന്ന വെച്ചാൽ സ്വിച്ച് കേസിന്റെ വെളിയിലോട്ട് വരും. കേസ് 1 ഫോൾസ് ആണെങ്കിൽ മാത്രമേ കേസ് 2 പോവുള്ളൂ. ആ കേസ് 2 ആ കോൺസ്റ്റന്റ് ട്രൂ ആണെങ്കിൽ അതിലെ സ്റ്റേറ്റ്മെന്റ് ചെയ്യും. ആ കേസ് 2 സ്റ്റേറ്റ്മെന്റ് ചെയ്യും. ആ ചെയ്ത് കഴിഞ്ഞ ഉടൻ ബ്രേക്ക് എന്ന് വെച്ചാൽ സ്വിച്ചിന്റെ വെളിയിലോട്ട് വരും. കേസ് 2 ഫോൾസ് ആണെങ്കിൽ മാത്രമേ കേസ് 3 വരുള്ളൂ. കേസ് 3 ട്രൂ ആണെങ്കിൽ അതിലെ സ്റ്റേറ്റ്മെന്റ്സ് ചെയ്യും, വീണ്ടും ബ്രേക്ക് അതിന്റെ വെളിയിലോട്ട് പോകും. കേസ് 3 ഫോൾസ് ആണെങ്കിൽ മാത്രമേ, അങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കാൻ അടുത്തത് കേസ് n ട്രൂ ആണെങ്കിൽ അങ്ങനെ. ഇതൊന്നും അല്ലെങ്കിൽ മോളിൽ പറഞ്ഞ കേസ് 1, കേസ് 2, കേസ് 3, കേസ് n എല്ലാം ഫോൾസ് ആണെങ്കിൽ ഡീഫോൾട്ട് എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവസാനം സ്വിച്ച് ഓഫ്. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ബ്രേക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒന്ന് മാത്രമേ ഒരു സമയത്ത് ചെയ്യൂ. കേസ് 1 ചെയ്താൽ പിന്നെ ബാക്കി 2, 3, n ഡിഫോൾട്ട് ചെയ്യത്തില്ല. കേസ് 1 ചെയ്തില്ലെങ്കിലേ കേസ് 2 ചെയ്യുള്ളൂ. കേസ് 2 ചെയ്താൽ പിന്നെ 3, n ഡിഫോൾട്ട് ചെയ്യത്തില്ല. ഈ രീതിയിലാണ് സ്വിച്ച് കേസ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് സാറിന് C++ൽ നമ്മൾ ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലെങ്കിൽ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.